آمين. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. سبحان المنفس عن كل مديون، سبحان المفرج عن كل محزون، سبحان من أمره بين الكاف والنون، سبحان من إذا أراد شيئا أن يقول له كن فيكون. يا مفرد الهموم والغموم فرد همومنا وغمومنا يا الله. ويا حي يا قيوم برحمتك نستغيث. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ അല്ലാഹ്, നിന്റെ മർഹമത്ത് വിശാലമാണല്ലോ റബ്ബേ. നിന്റെ മഗ്ഫിറത്തും മർഹമത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഹൃദയത്തിൽ നഖന്തയെ നീക്കം ചെയ്യണേ അല്ലാഹ്. അഹങ്കാരത്തെ നീക്കണേ അല്ലാഹ്. ലോകമാന്യത നീക്കണേ അല്ലാഹ്. നിന്റെ മാരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകളുണ്ട്, നീ സാധൂകരിക്കണേ അല്ലാഹ്. ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണ ശമനം നൽകണേ അല്ലാഹ്. പനിയുള്ളവരുണ്ട്, കഫക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, തൊണ്ടവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കൈകാലുകൾ തരിപ്പുള്ളവരുണ്ട്, കടച്ചിലുള്ളവരുണ്ട്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, അൾസർ ഉള്ളവരുണ്ട്, അരിശസ് ഉള്ളവരുണ്ട്, അസ്ഥിക്ക് തേയ്മാനം സംഭവിച്ചു പോയവരുണ്ട്, വാൽവ് തകരാറിലുള്ളവരുണ്ട്, ഹാർട്ട് സംബന്ധമായ രോഗവുമായി നിലകൊള്ളുന്നവരുണ്ട്, വെരിക്കോസ് വെയിനിന്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, യൂറിക് ആസിഡിന്റെ പ്രയാസമുള്ളവരുണ്ട്, മാരകമാകുന്ന ക്യാൻസർ ബാധിതരുണ്ട്. റബ്ബേ, പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ വിവിധങ്ങളാകുന്ന രോഗങ്ങളുമായി വന്നു ചേർന്നിട്ടുള്ള സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, പൂർണ്ണമായ ശിഫാ നൽകണേ അല്ലാഹ്. മക്കളുടെ വിഷയത്തിൽ, മരുമക്കളുടെ വിഷയത്തിൽ, കൂട്ടുകുടുംബാദികളുടെ വിഷയത്തിൽ, മാതാപിതാക്കളുടെ വിഷയത്തിൽ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്, പരിപൂർണ സലാമത്ത് നൽകണേ അല്ലാഹ്. ഏതെല്ലാം നിയ്യത്തുകളുമായിട്ടാണ് ഈ മജ്‌ലിസിൽ വന്നു ചേർന്നിട്ടുള്ളത്, ബക്കറ്റിൽ പൈസ നിക്ഷേപിച്ചത്, പള്ളികളെ സഹായിച്ചത്, ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കുന്നത്, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. കരുനാഗപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ ഈ മനോഹരമായ പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്ക് നീ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി പിന്തുണച്ചിട്ടുള്ളവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബ ജീവിതം റാഹത്തിലാക്കണേ അല്ലാഹ്. അനുയോജ്യരാകുന്ന ഇണകളില്ലാത്തവരുണ്ട്, ഖൈറായ ഇണയെ തുണയെ നൽകണേ അല്ലാഹ്. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നീ നസീബാക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ആബിദീങ്ങളാക്കണേ അല്ലാഹ്. ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. മുഖ്ലിസീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തദഅ ഫീനാ شقيا ولا مطرودا ولا محروما.
പടച്ച റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ പരാജയത്തിന്റെ അഖിലുകാരെ നീ ഉൾപ്പെടുത്തരുത് അല്ലാ. ആദരവായ പ്രവാചകൻ ദുആ ചെയ്യുന്നത് കേട്ടുകൊണ്ട് ഖാലൂ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് വമനിശ് ശഖിയുൽ മഹ്റൂം യാ റസൂലല്ലാഹ്. നബിയേ നബിയേ ആരാണ് പരാജിതൻ, ആരാണ് മഹ്റൂം? തങ്ങളുടെ അനുഗ്രഹങ്ങൾ മുഴുവനും നിഷേധിക്കപ്പെട്ടതായ ആ വ്യക്തി ഏതാണ്? ഹതഭാഗ്യനാരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് താരിഖുസ്സലാ താരിഖുസ്സലാ. നമസ്കാരം ഉപേക്ഷിക്കുന്നതായ വ്യക്തിയാണ്, നമസ്കാരത്തെ അലസത വെക്കുന്ന വ്യക്തിയാണ്. മനോഹരമായ പള്ളികൾ പണിതു, അലങ്കാരികമാകുന്ന രീതിക്ക് എല്ലാ ഇന്റീരിയൽ വർക്കോടുകൂടി കഴിയപ്പെട്ടതായ പള്ളിയിൽ നമസ്കരിക്കാനില്ല. അതാ ആ പള്ളിയുടെ അകത്തളങ്ങളിൽ ഇബാദത്ത് കൊണ്ട് സജീവമാക്കാൻ ആളില്ല. എത്ര മനോഹരമായി കോടികൾ മുടക്കി പള്ളി പണിതാലും നിസ്കരിക്കാതെ പിറകോട്ട് മാറി കളിക്കുന്നതായ സമൂഹമില്ലേ? അവരാണ് പരാജിതർ. അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് എന്നാണ് ഞാൻ ദുആ ചെയ്തതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ പടച്ച റബ്ബേ ഈ സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങളെ നിസ്കാരമുള്ളവരാക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് മൻ ഹഫള സ്വലവാത, ആരൊരുവൻ 5 വഖ്ത് നമസ്കാരം നിലനിർത്തിയോ, മൻ സറഹു അയ്യൽഖല്ലാഹ അസ്സ വജല്ല, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹുവിനെ നേർക്ക് നേരെ കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ ഏതൊരു സത്യവിശ്വാസി ആഗ്രഹിക്കുന്നു ഫൽയുഹാഫിള് അലാ സ്വലവാത്തിൽ ഖംസ, 5 വഖ്ത് നമസ്കാരം അവൻ മുറ പോലെ നിർവഹിക്കട്ടെ. കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നിസ്കാരം മുടക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഒരു വഖ്ത് പോലും ഖലാക്കരുതേ. ആഖിറുസ്സമാനാണ്, ആഖിറുസ്സമാനാണ്. ആളുകൾ കള്ളുകുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരാണ്, വ്യഭിചരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരാണ്, സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുന്നവരാണ്, സീരിയൽ ദർശിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരാണ്, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോകുന്നവരാണ്, കാതുകളെ കൊണ്ടുപോകുന്നവരാണ്, ശരീരം കൊണ്ട് ഹറാം ചെയ്യുന്നവരാണ്. എല്ലാം അശ്ലീലതയിൽ മുഴുകിയതായ ലോകമാണ്. ഈ സമയത്ത് പടച്ച റബ്ബിലേക്ക് മടങ്ങാൻ ഏതൊരു സത്യവിശ്വാസിക്ക് കഴിയുന്നുവോ, അവസാന നാളാകുന്ന ഈ ഘട്ടത്തിൽ നിസ്കരിക്കാൻ ഏതൊരു വ്യക്തിക്ക് കഴിയുന്നുവോ, അവന് രക്ഷയുടെ മാർഗം അവലംബിച്ചവനാണ്. അവന് തീർച്ചയായും നാളെ സ്വർഗം പുൽകും ഉറപ്പാണ്. അല്ലാഹുവേ ഒരു വഖ്ത് പോലും ഖളാ ആക്കാതെ ജീവിതാന്ത്യം വരെ ഞങ്ങൾക്ക് ഓർമ്മയുള്ള കാലഘട്ടങ്ങളിൽ നമസ്കാരം നിലനിർത്തുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താന പരമ്പരകൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് 27-ന് ഉമ്മഹാനി എന്ന എളാമയുടെ വീട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു കൊണ്ടുപോയി പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ ഹറാമിലെത്തി പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര തിരിച്ച് അവിടെ സർവ്വ അമ്പിയാക്കൾക്കും ആത്മീയ നേതൃത്വം നൽകി അവിടുന്ന് ഖുബ്ബത്തു സഹറായിൽ കയറി വാനലോകത്തേക്ക് ഒരു യാത്രയാണ്. 7 ആകാശങ്ങൾക്കപ്പുറം ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും താണ്ടി അല്ലാഹുവിന്റെ ഹളറത്തിൽ ചെന്ന് അല്ലാഹുവിന്റെ കൈകളിൽ നിന്ന് മനോഹരമായ നമസ്കാരം കൊണ്ടുവരുകയാണ്. ആ 50 വഖ്ത് നമസ്കാരം തന്നെ അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് 9 പ്രാവശ്യം തിരിച്ചുവിട്ടിട്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാം നമുക്ക് ലഘൂകരിച്ച് നൽകിയതാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തേ, ആ 5 വഖ്ത് നമസ്കാരം ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷ വെക്കരുതേ. ഇനി
നമ്മുടെ ജീവിതത്തിൽ ഒരു ജുമാ പോലും നഷ്ടപ്പെട്ടുകൂടാ. ഇനി ഒരു ജമാഅത്ത് പോലും ഞാൻ വൃഥാവിലാക്കൂല. എല്ലാ ജമാഅകളും ശ്രദ്ധിക്കും, എല്ലാ ജമാഅത്തുകളും ശ്രദ്ധിക്കും. അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തളങ്ങളിൽ ഇഅ്തികാഫിലായി ഭജനമിലായി ഞാൻ കഴിഞ്ഞുകൂടും. ഈ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി വേണം മുസ്ലിമീങ്ങൾ ഈ സദസ്സിൽ നിന്ന് പിരിയാൻ. ബാങ്ക് വിളിച്ചാൽ അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്നവളായി ഞാൻ മാറുമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി പെങ്ങളെ സഹോദരി ഈ സദസ്സിനോട് നീ വിട പറയണേ. അല്ലാഹുവേ പടച്ച റബ്ബേ, നിസ്കാരമുള്ളവരായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. നിസ്കരിക്കുന്നവരായി ആ നിസ്കാരത്തെ മുറുകെ പിടിക്കുന്നതിലൂടെ സ്വർഗം പുൽകുന്നവരായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഒരുപാട് ആളുകളെ സ്നേഹം പകർന്നു നൽകിയവരുണ്ട്. ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്, സജ്ജനങ്ങളുണ്ട്, സാലിഹീങ്ങളുണ്ട്. ഞങ്ങളുടെ പള്ളിയുടെ പരിസരങ്ങളിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന സാധുക്കളുണ്ട്. അല്ലാഹുവേ, ഈ വിനീതനടക്കം ഇവിടെ മുൻകഴിഞ്ഞു പോയ സേവനം ചെയ്ത ഉസ്താദമാർ, നിലവിൽ സേവനം ചെയ്യുന്ന ഉസ്താദമാരടക്കം എല്ലാവർക്കും ഭക്ഷണം നൽകിയ സാധുക്കളുണ്ട്. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് കൊടുക്കണേ നാഥ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഫലസ്തീന മക്കളടക്കം ലോകത്തിന്റെ നെറുകയിൽ പ്രയാസപ്പെടുന്നതായ മുസ്ലിമീങ്ങൾ, ഇന്ത്യ രാജ്യത്ത് ഭീതിയോടുകൂടി കഴിയുന്നതായ ന്യൂനപക്ഷ സമുദായം, എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ആരാധനാലയങ്ങളിൽ നിർഭയത്വത്തോടുകൂടി ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ മുന്നിലല്ലാതെ ലോകത്തൊരു മഖ്ലൂഖിന്റെ മുന്നിലും തലകുനിക്കാതെ നിലകൊള്ളാൻ തൗഫീഖ് നൽകണേ അല്ലാ. സർവോപരി ഞങ്ങൾക്കിടയിലുള്ള ഈ സ്നേഹബന്ധം, ഈ മഹല്ലിന്റെ ഐക്യം നീ നിലനിർത്തി നൽകണേ റബ്ബേ. ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ, ഏതൊക്കെ സഹോദര സഹോദരിമാരുണ്ടോ, ബന്ധുമിത്രാദികളുണ്ടോ, കൂട്ടുകുടുംബാദികളുണ്ടോ, സർവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. സർവോപരി ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി നൽകണേ റബ്ബേ. ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ നാസർ സാഹിബിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയടക്കം അല്ലാഹുവേ, ഈ പള്ളിയുടെ പരിസരങ്ങളിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന സാധുക്കളായ ഉമ്മമാർ, ഉപ്പമാർ, ഞങ്ങളുടെ ഒരു ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുകയാണവർ. സ്വന്തം മക്കള് പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത സാധുക്കളുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിക്കണേ നാഥാ. സ്വർഗീയ വസ്ത്രങ്ങൾ അണിയിക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. സർവോപരി ആദരവായ പ്രവാചകനോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണേ അല്ലാ. മദീനയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. മദീന പുൽകാൻ തൗഫീഖ് നൽകണേ അല്ലാ. മദീനയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, മൻ അറാദ അൻ യുമീത ബിൽ മദീന ഫല്യമുതു ഫിഹാ. മദീന കൊതിച്ചുകൊണ്ട് മദീനയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊള്ളട്ടെ. ഫഇന്നി അന ശാഫിഉൻ ലഹു യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ അവനെ ശുപാർശ ചെയ്യുന്നത് ഞാൻ ഏറ്റു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലോകത്തൊരു നാടും അല്ലാഹുവിന്റെ റസൂൽ മരണത്തെ കൊതിക്കാൻ പറഞ്ഞിട്ടില്ല, മക്ക പോലും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിന്റെ മദീനയിൽ വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊള്ളട്ടെ. അവനെ ശുപാർശ ചെയ്യും ഞാനെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിന്റെ ശുപാർശയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് റബ്ബേ. ആ റസൂലുള്ളാഹിന്റെ തിരു ശഫാഅത്തിന്റെ അഖിലകാരായി ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നൂറു കി ജൽവാ, നൂറു കി ജൽകാ, നൂറു കി മഹഫിൽ ജാ മദീന തുझे സലാം. അനുരാഗ
പരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടിചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ, മൽഹറുള്ള തമ്മായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്ദൂഖായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഷഫീഉൽ മുദ്നിബീൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ, റാഹത്തുൽ ലിൽ ആശിഖീൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകരുടെ നേർക്ക് നേരെ ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, ഒന്ന് സലാം പറയാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള റൂഹേ ബയാൻ കുടുംബങ്ങളുണ്ട്. ഏത് സദസ്സിലേക്ക് ക്ഷണിച്ചാലും ഓടി വരുന്ന ഉമ്മമാരാണ്. അല്ലാഹുവേ, ഉപ്പമാരാണ്, നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. അതിനുപകരിക്കുന്ന മജ്ലിസായി ഈ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി നൽകണേ അല്ലാഹ്. നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കാൻ, കലിമ ഉച്ചരിച്ച് വരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وآل سيدنا محمد صلى الله عليه وسلم وأصحاب سيدنا محمد صلى الله عليه وسلم وأولاد سيدنا محمد صلى الله عليه وسلم وآخر بيت سيدنا محمد صلى الله عليه وسلم وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.